Hello all. Today we are going to see about models of teaching. This class is only a brief introduction about models of teaching. Let's see what is the concept of models of teaching. As we know, the educational psychology first focused on learning and how learning process happens. എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടെത്താനാണ്. നമ്മൾ പഠിച്ച ലേണിംഗ് തിയറീസിലെല്ലാം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. പിയാഷെയുടെ തിയറി ആയാലും ബ്രൂണറുടെ തിയറി ആയാലും എല്ലാ തിയറികളിലും, ഈവൻ ബിഹേവിയറിസ്റ്റ് തിയറികളിലാണെങ്കിലും ഹൗ ദ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഇസ് ഹാപ്പനിങ്, ഹൗ നോളജ് അക്വിസിഷൻ ഇസ് ഹാപ്പനിങ് എന്നുള്ളതാണ് സൈക്കോളജി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതായത് ലേണിംഗ് തിയറീസ് ഫസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദ പ്രോസസ് ഓഫ് ലേണിംഗ്, ഹൗ ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഹാപ്പൻസ്. And these learning theories concentrated on the factors affecting learning and how the learning can be enhanced. എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളിലെ ലേണിംഗ് എൻഹാൻസ് ചെയ്യിക്കാം, ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെയാണ് ലേണിംഗ് തിയറീസും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് ക്രമേണ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ തന്നെ ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് അവരുടെ അറ്റൻഷൻ കൊണ്ടുവരികയാണ്. ഹൗ വി ക്യാൻ ഇംപ്രൂവ് ദ ലേണിംഗ് ത്രൂ ഇഫക്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. ടീച്ചിങ് സ്ട്രാറ്റജികൾ മാറ്റിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ലേണിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ ഇഷ്യൂസ് നമുക്ക് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ചിന്തകൾ മുന്നോട്ട് പോയപ്പോഴാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ആശയം മുന്നോട്ടേക്ക് വരുന്നത്. മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ആശയം ലേണിംഗ് തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഓരോ മോഡലിൻ്റെയും പിന്നിൽ വളരെ സ്ട്രോങ് ആയ ഒരു ലേണിംഗ് തിയറി ഉണ്ടാവും. ഒരു ലേണിംഗ് തിയറിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ലേണിംഗ് തിയറീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മോഡിഫിക്കേഷൻ, വിദ്യാർത്ഥിയിൽ ഒരു മോഡിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ ടീച്ചിങ് എങ്ങനെ മൗൾഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് റീഫ്രെയിം ചെയ്യാം, എന്തൊക്കെ സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം ഒരു പെർട്ടിക്കുലർ സ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പീറ്റൻസി അക്വയർ ചെയ്യിക്കുന്നതിന്. ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. Models of teaching is a pattern or plan which can be taken up with a view to shape a curriculum or course, select appropriate instructional material and to guide the teacher's action. ടീച്ചറുടെ ആക്ഷൻ എങ്ങനെയായിരിക്കണം, ഓരോ സ്റ്റെപ്പിലും ടീച്ചർ എന്തൊക്കെ ചെയ്യണം, കുട്ടികൾ എന്തൊക്കെ ചെയ്യണം എന്ന കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടി കുട്ടികളിൽ ചില പ്രത്യേക കോമ്പീറ്റൻസികൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടീച്ചിങ് പാറ്റേണിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ബ്രൂസ് ചോയ്സിൻ്റെയും മാർഷാവെയിലിൻ്റെയും ഡെഫിനിഷൻ നോക്കുമ്പോൾ ടീച്ചിങ് മോഡൽസ് ആർ ജസ്റ്റ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ്. നമ്മൾ ഡിസൈൻ ചെയ്യാണ്, നമ്മളുടെ ആ ഒരു ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ആദ്യം എന്താണ് നടക്കേണ്ടത്, രണ്ടാമത് എന്താണ് നടക്കേണ്ടത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളുടെ ഇൻസ്ട്രക്ഷണൽ മൊഡാലിറ്റിയെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ദേ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സ്പെസിഫൈയിങ് ആൻഡ് പ്രൊഡ്യൂസിങ് പെർട്ടിക്കുലർ എൻവയൺമെൻറ്റൽ സിറ്റുവേഷൻസ് വിച്ച് കോസ് ദ സ്റ്റുഡൻറ്റ് ഇൻറ്ററാക്ട് ഇൻ സച്ച് എ വേ ദാറ്റ് സ്പെസിഫിക് ചേഞ്ചസ് ഓക്കർ ഇൻ ഹിസ് ബിഹേവിയർ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടിയിൽ പ്രത്യേക കോമ്പീറ്റൻസികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പോൾ കുട്ടിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കത്തക്ക രീതിയിൽ നമ്മൾ നമ്മളുടെ ഇൻസ്ട്രക്ഷനെ ഡിസൈൻ ചെയ്യാണ്. അങ്ങനെ ഇൻസ്ട്രക്ഷനെ ഡിസൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റാണ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്.
Models of teaching are designed to bring desirable changes in the students' behavior. For that, we have to create learning experiences. We have to provide learning experiences. We have to create appropriate learning environment in order to ensure the desirable changes in the behavior of the student. Each model is designed to achieve mastery of a particular competency. ഒരു മോഡൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ കോമ്പിറ്റൻസി കുട്ടിയിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുട്ടിയിൽ കൺസെപ്റ്റ് എങ്ങനെ അറ്റൈൻ ചെയ്യാം എന്നുള്ള കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുട്ടിയിൽ എങ്ങനെ ഇൻക്വയറി എന്ന് പറയുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടിയിൽ മീനിങ് വെർബൽ ലേണിംഗ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ മോഡലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുട്ടിയിൽ ഒരു പ്രത്യേക കോമ്പിറ്റൻസി, ഒരു പ്രത്യേക സ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക, അവൻ്റെ ബിഹേവിയറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം വരുത്തുക, അതിന് വേണ്ടിയിട്ടാണ് ഓരോ മോഡൽ. അപ്പോൾ ഓരോ മോഡലിൻ്റെയും ഉദ്ദേശം ഓരോന്നാണ്. ഏത് ബിഹേവിയർ ആണോ മോഡിഫൈ ചെയ്യേണ്ടുന്നത് അതിനനുസരിച്ച് മോഡൽ മാറിക്കൊണ്ടേയിരിക്കും. മോഡൽസ് ഓഫ് ടീച്ചിങ് മാറിക്കൊണ്ടേയിരിക്കും. ഇനി എന്താണ് ടീച്ചിങ് മോഡൽസിൻ്റെ റോൾ? It helps the teacher to develop his capacity to teach a large number of children. അതേപോലെ തന്നെ it may help curriculum makers to plan learning centered or learner centered curriculum which provides variety of educational experiences. എന്നും ഒരേ രീതിയിൽ ടീച്ചറുടെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന മൊണോട്ടണസ് ആകാതെ ഇടയ്ക്ക് വ്യത്യസ്തമായ രീതികളിൽ കുട്ടികളിൽ സ്കില്ലുകൾ വളർത്തത്തക്ക രീതിയിൽ നമ്മൾ ഒന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ കുട്ടിയിലത് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, ഇഫക്റ്റീവ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ മോഡൽസ് ഓഫ് ടീച്ചിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കുട്ടിയെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനായിട്ട്, അതേപോലെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരാനായിട്ട് മോഡൽസ് ഓഫ് ടീച്ചിങ് ഹെൽപ്പ് ചെയ്യും. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ 4 ഫാമിലിയായിട്ടാണ് പ്രധാനമായിട്ടും അടുക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു 4 ഫാമിലി വരുന്നതിന് മുമ്പ് ഫിലോസഫിക്കൽ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു BEd സിലബസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 4 ഫാമിലീസിലേക്ക് കൺഫൈൻ ചെയ്താൽ മതി. ഫിലോസഫിക്കൽ മോഡൽസിലേക്കൊന്നും നമ്മൾ പോകണ്ട. അപ്പം നമുക്ക് 4 ഫാമിലീസായിട്ടാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫാമിലി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, സെക്കൻഡ് ഫാമിലി പേഴ്സണൽ ഫാമിലി, തേർഡ് വൺ സോഷ്യൽ ഫാമിലി, ഫോർത്ത് വൺ ബിഹേവിയറൽ സിസ്റ്റം ഫാമിലി. ഈ ഓരോ ഫാമിലിയായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയെ പറ്റി നോക്കാം. ഈ ഫാമിലിയിലെ എല്ലാ മോഡൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, വിദ്യാർത്ഥിയിലെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, ബൗദ്ധികമായിട്ടുള്ള അവൻ്റെ കഴിവുകളെ വികസിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലെ എല്ലാ മോഡൽസും ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഇൻക്വയറി എന്ന് പറയുന്ന സ്കില്ല് കൂട്ടുക, അതേപോലെ തന്നെ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് കൂട്ടുക, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള, ചിന്തിക്കാനുള്ള, കാര്യകാരണ ബന്ധസഹിതം ചിന്തിക്കാനുള്ള ഒരു കഴിവ് കൂട്ടുക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ പ്രധാനമായിട്ടും വരുന്നത് ജെറോമസ് ബ്രൂണർ ഡെവലപ്പ് ചെയ്ത കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഹിൽഡ ടാബയുടെ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, റിച്ചാർഡ് സുഷ്മാൻ്റെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, അതേപോലെ ഡേവിഡ് ഓസ്ബലിൻ്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, ജെറി ലൂക്കാസിൻ്റെ മെമ്മറി മോഡൽ, ജോസഫ് ഷാറിൻ്റെ ബയോളജിക്കൽ സയൻസ് ഇൻക്വയറി മോഡൽ, ജീൻ പിയാഷെ, കോൾബർഗ്, സീഗൽ ഒരു കമ്പൈൻഡായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ. ഇതിനേക്കാൾ കൂടുതൽ മോഡലുകളുണ്ട്, പക്ഷേ പ്രധാനമായിട്ടും ഇത്രയും മോഡലുകളാണ് ഇതിൽ വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ഇൻക്വയറി ട്രെയിനിങ് മോഡലുമായിട്ട്, ആ ഇൻക്വയറി എന്ന് പറയുന്ന പേരുള്ള 2 മോഡലുകൾ കാണാം. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ബൈ റിച്ചാർഡ്
സുഷ്മാനും അതേപോലെ തന്നെ ബയോളജിക്കൽ സയൻസ് ഇൻക്വയറി മോഡൽ ബൈ ജോസഫ് ഷ്വാബും. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുമ്പോൾ നമ്മൾ ഇൻക്വയറി എന്ന് കണ്ടിട്ട് ഏതെങ്കിലും ഒരു പേരിലേക്ക് പെട്ടെന്ന് പോകരുത്. ഇൻക്വയറി ട്രെയിനിങ് മോഡലാണോ ബയോളജിക്കൽ സയൻസ് ഇൻക്വയറി മോഡലാണോ എന്നുള്ളത് നമ്മളവിടെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഫാമിലി എന്ന് പറയുന്നത് പേഴ്സണൽ ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റാണ്, വ്യക്തിവികാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കുട്ടികളിൽ ഒരു സെൻസ് ഓഫ് സെൽഫ് വർത്ത് ഉണ്ടാക്കുക, അതേപോലെ തന്നെ അവരെ പരസ്പരം മനസ്സിലാക്കാനായിട്ട് സ്വയം മനസ്സിലാക്കുക, അതേപോലെ പൂർണ്ണമായിട്ടും അവരെ മനസ്സിലാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ അവരുടെ ഇമോഷൻസ് റിഫൈൻ ചെയ്യാനായിട്ട് സഹായിക്കുക, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഫോസ്റ്റർ ചെയ്യുക. അങ്ങനെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ആ ഒരു പേര് പോലെ തന്നെ ഈ ഒരു ഫാമിലിയിലെ മോഡൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ഫാമിലിയിൽ പ്രധാനമായിട്ടും വരുന്നത് കാൾ റോജേഴ്സ്, കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള പേരാണ്. കാൾ റോജേഴ്സിൻ്റെ നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ. അതേപോലെ തന്നെ നമ്മൾ ഹ്യൂമനിസം പറയുമ്പോഴും കാൾ റോജേഴ്സിൻ്റെ തിയറി പറയുന്നുണ്ട്. കാൾ റോജേഴ്സ് എന്നുള്ള പേര് ഫെമിലിയർ ആണ്. കാൾ റോജേഴ്സിൻ്റെ നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ, വില്യം ജോർദൻ്റെ ജെനറ്റിക്സ് മോഡൽ, വില്യം ഷുട്സ് ആൻഡ് ജോർജ് ബ്രൗൺ അവർ കമ്പൈൻഡായിട്ട് ചെയ്തിരിക്കുന്ന അവെയർനെസ് ട്രെയിനിങ് മോഡൽ, അതേപോലെ തന്നെ ഗ്ലേസറിൻ്റെ ക്ലാസ് റൂം മീറ്റിംഗ് മോഡൽ. ഇത്രയും മോഡലുകളാണ് പേഴ്സണൽ ഫാമിലിയിൽ പ്രധാനമായിട്ടും വരുന്നത്. മൂന്നാമത്തെ ഫാമിലിയാണ് സോഷ്യൽ ഫാമിലി. ഈ ഫാമിലിയിൽ കൊടുക്കുന്ന എംഫസിസ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. സോഷ്യൽ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സൊസൈറ്റി വരുന്നുണ്ട്. ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യുക, ഹൗ ടു വർക്ക് ടുഗദർ. 21st സെഞ്ച്വറി സ്കിൽസിലും ഏറ്റവും പ്രധാനമാണ് ഈ ഒരു ഹൗ ടു വർക്ക് ടുഗദർ എന്നുള്ളതും ലീഡർഷിപ്പ് എന്നുള്ളതും ഒക്കെ. അപ്പോൾ ഹൗ ടു വർക്ക് ടുഗദർ, അതേപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, പേഴ്സണൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഇതിനൊക്കെയുള്ള ട്രെയിനിങ് ആണ് സോഷ്യൽ ഫാമിലിയിൽ വരുന്ന മോഡൽസ് കൊടുക്കുക. അതിൽ പ്രധാനമായിട്ടും ജോൺ ഡ്യൂയിയുടെയും തെല്ലൻ്റെയും ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ, റോൾ പ്ലേയിങ് മോഡൽ, ജുറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ. വീണ്ടും ഇൻക്വയറി വരികയാണ്. ഇത് മൂന്നാമത്തെ ഇൻക്വയറിയാണ് നമ്മൾ കാണുന്നത്. ജുറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ, ലബോറട്ടറി ട്രെയിനിങ് മോഡൽ, സോഷ്യൽ സിമുലേഷൻ മോഡൽ ആൻഡ് സോഷ്യൽ ഇൻക്വയറി. അപ്പോൾ 4 ഇൻക്വയറികൾ ഡെവലപ്പ് ചെയ്ത ആളുകളുടെ പേരുകൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരണം. നാലാമത്തെ ഫാമിലി ബിഹേവിയറൽ സിസ്റ്റം ഫാമിലിയാണ്. ഒബ്സർവബിൾ ബിഹേവിയറിനാണ് ഇവിടെ എംഫസിസ് കൊടുക്കുന്നത്. കുട്ടിയുടെ ഒബ്സർവബിൾ ബിഹേവിയർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, കുട്ടിയിൽ എങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അതിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബിഹേവിയർ സ്റ്റൈൽസ് എങ്ങനെ ഉണ്ടാക്കാം, സെൽഫ് കൺട്രോളിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാം, അതേപോലെ തന്നെ സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ് എങ്ങനെ മാസ്റ്റർ ചെയ്യാം, ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ എൻഹാൻസ് ചെയ്യാം, ഇതൊക്കെയാണ് അവിടെ നോക്കുക. പ്രധാനമായിട്ടും BF സ്കിന്നർ, ആ പേരും പരിചയമുള്ളതാണ്. BF സ്കിന്നറിൻ്റെ കണ്ടിജൻസി മാനേജ്മെൻറ്റ് മോഡൽ, അതേപോലെ സെൽഫ് കൺട്രോൾ ത്രൂ ഓപ്പറാൻഡ് മെത്തേഡ്സ്, സ്ട്രെസ് റിഡക്ഷൻ മോഡൽ, ഡീസെൻസിറ്റൈസേഷൻ മോഡൽ, അസർട്ടീവ് ട്രെയിനിങ് മോഡൽ, ആൽബർട്ട് ബന്ദൂര, ആ പേരും പരിചയമുള്ളതാണ്. സോഷ്യൽ ലേണിംഗ് മോഡൽ. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മോഡലുകൾ. ഇത് കൂടാതെയും ധാരാളം മോഡലുകൾ ഈ ഫാമിലികളുടെ എല്ലാം കൂടെ വരുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടത് മാത്രം നമ്മളൊന്ന് പറഞ്ഞു പോകുന്നു. ഇനി ഒരു ടീച്ചിങ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യത്യസ്ത ഫാമിലികളിൽ അവരെ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അവരെ നമ്മൾ വ്യത്യസ്ത ഫാമിലികളിൽ അടുക്കിയിരിക്കുന്നു എന്നുള്ളത് കണ്ടു. കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട്, കൺസെപ്റ്റുമായിട്ട്, ഇൻക്വയറിയുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടത് ഒരു പ്രത്യേക ഫാമിലി, കുട്ടിയുടെ വ്യക്തിവികാസവുമായി ബന്ധപ്പെട്ടത് പേഴ്സണൽ ഫാമിലി, ഓവേർട്ട് ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നത് ബിഹേവിയറൽ ഫാമിലിയിൽ വരുന്നു, ഇൻഡിവിജ്വലും സൊസൈറ്റിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ വരുന്നത് സോഷ്യൽ ഫാമിലിയിൽ വരുന്നു. അപ്പോൾ വ്യത്യസ്ത ഫാമിലികളിൽ എങ്ങനെയാണ് മോഡൽസിനെ അടുക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എല്ലാ മോഡൽസിനും പൊതുവായുള്ള ചില സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്.
കീ കൺസെപ്റ്റ്സ് ഫോർ ഡിസ്ക്രൈബിങ് ടീച്ചിങ് മോഡൽസ്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് ഫോക്കസ് ആണ്. രണ്ടാമത്തേത് സിൻടാക്സ്, മൂന്നാമത് സോഷ്യൽ സിസ്റ്റം, നാലാമത് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, ഫിഫ്ത്ത് വൺ സപ്പോർട്ട് സിസ്റ്റം, സിക്സ്ത് വൺ ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൻറ്റ് ഇഫക്ട്സ്. ഇത്രയും ഉണ്ടെങ്കിലും, ഇത്രയുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും, നമ്മൾ കണ്ടു 6 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6 പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിലും കൂടുതലും ഈ 4 എണ്ണത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കാണാറുള്ളത്. ഇനി എന്താണിത് ഓരോന്നും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഫോക്കസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ആണ്. ആ മോഡൽ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലെ ഒരു മോഡലാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടിയിൽ കൺസെപ്റ്റ് എങ്ങനെ അറ്റൈൻ ചെയ്യാം എന്ന സ്കില്ല് മാസ്റ്റർ ചെയ്യിക്കുക. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയിൽ ഇൻക്വയറി സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യിക്കാം. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റീവ്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഓഫ് ദാറ്റ് മോഡൽ, ആ മോഡൽ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥിയിൽ എന്ത് മോഡിഫിക്കേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന നമ്മളുടെ, അതായത് എന്ത് കോമ്പീറ്റൻസിയാണ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ സ്പെസിഫിക്കായിട്ട് പറയുന്നതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സിൻടാക്സ്. സിൻടാക്സിൽ നമ്മൾ പറയുന്നത് ഈ പ്രത്യേക മോഡൽ ഉപയോഗിച്ച് പഠിപ്പിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഉദാഹരണമായിട്ട് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ നമ്മൾ എടുക്കുന്നു. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എടുക്കുമ്പോൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ തന്നെ 2 തരത്തിലുണ്ട്. നമ്മൾ സാധാരണ ലെസൺ പ്ലാൻ എഴുതുന്ന, നമ്മൾക്ക് സ്കൂളിലെ കുട്ടികളിൽ എന്താ പറയുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൻ്റെ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ലേണർക്ക് പോസിറ്റീവായ ഉദാഹരണങ്ങൾ കൊടുക്കും. പോസിറ്റീവ് എക്സാംപ്ലേഴ്സ് എന്നാണ് നമ്മളതിനെ പറയുക. രണ്ടാമത്തെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാംപ്ലേഴ്സ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കൊടുക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ അൺലേബിൾഡ് എക്സാംപ്ലേഴ്സ് കൊടുക്കും. കൊടുത്തിട്ട് നമ്മൾ കുട്ടിയോട് പറയുന്നത് ഇതിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ, ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ ആ കൺസെപ്റ്റ് കുട്ടി ഫ്രെയിം ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഒന്നുകൂടെ അത് വിശദീകരിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഫിസിക്സിനകത്ത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണെന്നിരിക്കട്ടെ. അപ്പോൾ ആ കൺസെപ്റ്റിൽ നമ്മൾ പോസിറ്റീവ് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഒരു മേശ വലിച്ച് അടുപ്പിക്കുന്നു, ഒരു മേശ തള്ളി നീക്കുന്നു. മൂന്നാമതായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഒരു പന്ത് വലിച്ചെടുക്കുന്നു. ഇങ്ങനെ നമുക്ക് 2-3 ഉദാഹരണങ്ങൾ കൊടുക്കാം. നെഗറ്റീവ് ഉദാഹരണങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഭിത്തിയിൽ തള്ളുന്നു, തലയിൽ ഭാരവുമായി നിൽക്കുന്നു. ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് ഉദാഹരണം കൊടുക്കും. എന്നിട്ട് നമ്മൾ കുട്ടിയോട് പറയും, ടീച്ചർ എന്തോ ഒരു പ്രത്യേക ഒരു ഉദ്ദേശത്തിലാണ് ഈ ഉദാഹരണങ്ങളെ ഉചിതമായ ഉദാഹരണങ്ങളെന്നും അനുചിതമായ ഉദാഹരണങ്ങളെന്നും തരംതിരിച്ചിരിക്കുന്നത്. പോസിറ്റീവ് എക്സാംപ്ലേഴ്സ് എന്നും നെഗറ്റീവ് എക്സാംപ്ലേഴ്സ് എന്നും ടീച്ചർ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഏതോ ഒരു പ്രത്യേക ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ടീച്ചർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്, അങ്ങനെ, അതായത് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ കൺസ്ട്രക്റ്റീവ്സും കൂടി ആയതുകൊണ്ട് ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഗ്രൂപ്പിൽ കുട്ടികൾ ഡിസ്കസ് ചെയ്തിട്ട് എന്തോ ഒരു കാര്യത്തിന് പുറത്താണ് നമ്മളിത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതെന്താണ് എന്നുള്ളത് കണ്ടെത്തും. അത് നമ്മൾ അവരോട് ചോദിക്കും. അതിനുശേഷം നമ്മൾ അവർക്ക് അൺലേബിൾഡ് ആയിട്ട്, അതായത് ഇവർ അറ്റൈൻ ചെയ്ത കൺസെപ്റ്റ് കൃത്യമായ രീതിയിലാണോ അറ്റൈൻ ചെയ്തത് എന്നറിയാൻ വേണ്ടി നമ്മൾ അൺലേബിൾഡ് ആയിട്ടുള്ള കുറേ ഉദാഹരണങ്ങൾ കൊടുക്കും. എന്നിട്ട് അവയോട് അത് നമ്മൾ പറയും, നിങ്ങളിപ്പോൾ ഒരു കാര്യം കണ്ടെത്തി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചർ ഈ തന്ന ഉദാഹരണങ്ങളെ പോസിറ്റീവ് ഉദാഹരണങ്ങളെന്നും നെഗറ്റീവ് ഉദാഹരണങ്ങളെന്നും തരംതിരിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളോട് ഉചിതമായ ഉദാഹരണങ്ങളുടെയും അനുചിതമായ ഉദാഹരണങ്ങളുടെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാംപ്ലേഴ്സിൻ്റെ ലിസ്റ്റ് പ്രത്യേകം കൊടുക്കുന്നു. രണ്ടാമത്തെ ഫേസിൽ നമ്മൾ
അൺലേബിൾഡ് ആയിട്ടുള്ള, പോസിറ്റീവെന്നോ നെഗറ്റീവെന്നോ പറയുന്നില്ല, ഒരു സെറ്റ് ഓഫ് ഉദാഹരണങ്ങൾ നമ്മൾ കൊടുത്തിട്ട്, സന്ദർഭങ്ങൾ കൊടുത്തിട്ട് അതിനെ ഉചിതമായ ഉദാഹരണമെന്നും അനുചിതമായ ഉദാഹരണമെന്നും, പോസിറ്റീവ് എക്സാംപ്ലർ എന്നും നെഗറ്റീവ് എക്സാംപ്ലർ എന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറയുന്നു. അവിടെ നമ്മൾ ചെക്ക് ചെയ്യും കുട്ടി കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച ആശയത്തിൽ എത്തിയോ. അപ്പോൾ കുട്ടി പറയും, ടീച്ചർ ഉചിതം എന്ന് പറഞ്ഞതെല്ലാം ടീച്ചർ വലിച്ചിടത്തേക്കാണ് മേശ വന്നത്, ടീച്ചർ തള്ളിയ ദിശയിലേക്കാണ്. അപ്പോൾ ടീച്ചർ എങ്ങോട്ടാണോ തള്ളുന്നത് അങ്ങോട്ട് വസ്തു നീങ്ങുന്നു, ടീച്ചർ എങ്ങോട്ടാണോ വലിക്കുന്നത് അങ്ങോട്ടേക്ക് വസ്തു നീങ്ങുന്നു. അപ്പോൾ അവിടെ നിന്ന് ബലം എങ്ങോട്ടാണോ പ്രയോഗിക്കുന്നത് ആ ദിശയിലേക്കാണ് വസ്തു സഞ്ചരിക്കുന്നത്. നെഗറ്റീവ് ഉദാഹരണങ്ങളിൽ ബലം പ്രയോഗിക്കുന്നിടത്തേക്ക് വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്ക് ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ അവിടെ പ്രവൃത്തി എന്ന് പറയുന്ന ആശയമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ, പ്രവൃത്തി എന്ന ടേം നമ്മളവിടെ പറഞ്ഞു കൊടുക്കും. കൺസെപ്റ്റ് കൊണ്ടുവന്നത് കുട്ടിയാണ്, കൺസെപ്റ്റിനെ നെയിം ചെയ്യുക മാത്രമാണ് ടീച്ചർ ചെയ്തത്. മൂന്നാമത്തെ ഫേസിൽ ടീച്ചർ കുട്ടിയോട് പറയും, നിങ്ങൾ ഈ കടന്നുപോയ സ്റ്റെപ്പുകൾ നിങ്ങൾ കുറേ ചിന്തിച്ചു, ഇതിനെ എങ്ങനെയാണ് പോസിറ്റീവായത്, എങ്ങനെയാണ് നെഗറ്റീവായത്, ടീച്ചർ തന്ന ആ ലിസ്റ്റിനെ എങ്ങനെ പോസിറ്റീവെന്നും നെഗറ്റീവെന്നും തരംതിരിക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു. ആ ചിന്തിച്ച രീതി, നിങ്ങളുടെ ആ ചിന്ത കടന്നുപോയ വഴി, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. മെറ്റാകോഗ്നീഷൻ, ചിന്തകളെക്കുറിച്ചുള്ള ചിന്ത. അപ്പോൾ അതിനെക്കുറിച്ച്, ആ തിങ്കിങ് പ്രോസസ്സ് എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് പറയുന്നതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 3 ഫേസുകളിലൂടെയാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ കടന്നു പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഫേസിൽ എൻ്റെ ചിന്തകൾ എങ്ങനെയൊക്കെയാണ് നടന്നത് എന്നുള്ളത് കുട്ടി ചിന്തിക്കുമ്പോൾ, കുട്ടി ആ കൺസെപ്റ്റ് എങ്ങനെ അറ്റൈൻ ചെയ്തു, അതിന് ഞാൻ യാത്ര ചെയ്ത വഴികൾ എന്തൊക്കെയാണ്, എൻ്റെ ചിന്ത എങ്ങനെയൊക്കെയാണ് പോയത് എന്നുള്ളതിലേക്ക് കുട്ടി മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്കില്ല് കുട്ടി അവിടെ അക്വയർ ചെയ്യും. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടുന്നത്, പ്രവൃത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിപ്പിക്കലല്ല നമ്മളുടെ ഉദ്ദേശം. നമ്മളുടെ ഉദ്ദേശം കുട്ടിയിൽ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് എന്നുള്ള ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്കില്ല്, ആ ഒരു കോമ്പീറ്റൻസിയിൽ അവനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എടുക്കുകയാണെങ്കിൽ അവിടെ ടീച്ചർ കുട്ടിക്കൊരു ലേണിംഗ് സിറ്റുവേഷൻ, അതായത് കുറച്ച് കുട്ടിയെ ക്യൂരിയസ് ആക്കുന്ന ഒരു ലേണിംഗ് സിറ്റുവേഷൻ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പുകളിൽ കുട്ടി യെസ് ഓർ നോ എന്ന് ഉത്തരം പറയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയും കുട്ടി എന്താണോ നമ്മൾ ആ കൊടുത്ത പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊരു പ്രോസസ്സിലൂടെയാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ കടന്നു പോവുക. അപ്പോൾ ഓരോ മോഡലും വ്യത്യസ്തമായ ശൈലികളിലൂടെ, വ്യത്യസ്തമായ സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോവുക. ആ സ്റ്റെപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പെർട്ടിക്കുലർ മോഡൽ കൊണ്ട് എന്ത് ബിഹേവിയർ മോഡിഫിക്കേഷനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൊണ്ടുവരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ സ്റ്റെപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഫേസസ് എന്നാണ്. ആ സ്റ്റെപ്പുകളെക്കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, അതിനുള്ളൊരു ഉദാഹരണമാണ് കാണിച്ചിരിക്കുന്നത്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ എങ്ങനെയാണ്, ഇൻക്വയറി ട്രെയിനിങ് മോഡലിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റമാണ്. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്, അവിടെയുള്ള സോഷ്യൽ സെറ്റപ്പ് കുട്ടിയും ടീച്ചറും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ആ റോൾ എങ്ങനെയാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ഒരു ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ ആണോ അതോ ഒരു സ്ട്രിക്ട്ലി ബൗണ്ടായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ, എന്താണ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിലേക്ക് തന്നെ വരാം. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ ഒരു മോഡറേറ്റ് സ്ട്രക്ചറാണുള്ളത്. ആദ്യം ഒരു സ്ട്രിക്റ്റ് സ്ട്രക്ചറാണ്, അതായത് നമ്മൾ പോസിറ്റീവ് ഉദാഹരണങ്ങൾ കൊടുക്കുന്നു, നെഗറ്റീവ് ഉദാഹരണങ്ങൾ കൊടുക്കുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് കുട്ടിയുടെ ചർച്ചയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് ലൂസാകും. അങ്ങനെ ഒരു മോഡറേറ്റ് സ്ട്രക്ചറിലേക്ക് അത് വരും. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈലി സ്ട്രക്ചേർഡ് ആണ്. കാരണം കുട്ടിക്ക് അവിടെ യെസ് ഓർ നോ എന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ പോവുക. അപ്പോൾ റെസ്ട്രിക്ഷനിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഹൈലി സ്ട്രക്ചേർഡ് ആണ്. വളരെ ലൂസായിട്ട് പോവുകയാണെങ്കിൽ അത് ലോ സ്ട്രക്ചേർഡ്. രണ്ടിനും ഇടയിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മോഡറേറ്റ്ലി
സ്ട്രക്ചേർഡായിട്ടാണ് പോവുക. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, അതായത് ഓരോ മോഡലും കൃത്യമായ ഫേസുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സർട്ടൻ റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്ത് വേണം നമ്മളൊരു മോഡൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന കൃത്യമായ നിയമങ്ങളെയാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ ഗീവ് ഗൈഡൻസ് ടു ദ ടീച്ചർ, അതേപോലെ തന്നെ ലേണർക്കും അവർക്ക് എങ്ങനെ ആണ് റിയാക്ട് ചെയ്യേണ്ടുന്നത് എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ. പ്രിൻസിപ്പിൾസ് ആണ്, ദേ ആർ റൂൾസ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഹൗ ടു റിയാക്ട് ഇൻ ദിസ് പെർട്ടിക്കുലർ ലേണിംഗ് സിറ്റുവേഷൻ ഇൻ ദിസ് പെർട്ടിക്കുലർ മോഡൽ. അപ്പോൾ അങ്ങനെയുള്ള എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള റൂൾസാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ തരുന്നത്. ഉദാഹരണത്തിന് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ നമ്മൾ പറഞ്ഞു. അവിടുത്തെ റൂൾ എന്ന് പറയുന്നത് കുട്ടി യെസ് ഓർ നോ എന്ന് ടീച്ചർക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. അല്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ പറയും റീഫ്രെയിം ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു വരുമ്പോൾ എല്ലാം ഫിസിക്സാണ് വരുന്നത്, സോറി. ഉദാഹരണത്തിന് ടീച്ചർ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കപ്പൽ വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു വീഡിയോ കാണിക്കുന്നു. അതിനുശേഷം ടീച്ചർ ഒരു ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് വെള്ളത്തിലിട്ട് കാണിക്കുന്നു. അത് താണു പോകും, കപ്പൽ പൊങ്ങിക്കിടക്കും. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് യെസ് ഓർ നോ എന്ന് ഉത്തരം പറയത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയും. അപ്പോൾ കുട്ടി ചോദിക്കും കപ്പൽ ഇരുമ്പ് കൊണ്ടല്ലേ ഉണ്ടാക്കിയത്? അപ്പോൾ ടീച്ചർ പറയും യെസ്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട കഷ്ണം ഇരുമ്പ് കൊണ്ടല്ലേ ഉണ്ടാക്കിയത്? അപ്പോഴും ടീച്ചർ പറയും അതെ, യെസ് എന്നുള്ളത് പറയും. കുട്ടി വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ എന്ത് പറയണം? യെസ് ഓർ നോ എന്ന് ടീച്ചർക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് കുട്ടി ചോദിക്കുന്നതെങ്കിൽ ടീച്ചർ പറയും റീഫ്രെയിം ദ ക്വസ്റ്റ്യൻ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ വ്യക്തമായ നിർദ്ദേശങ്ങളിലൂടെയാണ് ഓരോ മോഡലും പോകുന്നത്. എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളുള്ളത് കൊണ്ടാണ് അതിനെ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ലേണിംഗ് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം ആ സപ്പോർട്ടിംഗ് സിസ്റ്റം? ആ സപ്പോർട്ടിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേക ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഉചിതമായ ഉദാഹരണങ്ങളും അനുചിതമായ ഉദാഹരണങ്ങളും ഉണ്ടാകണം. അത് ടീച്ചറിൻ്റെ ഇഷ്ടമാണ്. ടീച്ചർക്ക് പഠിപ്പിക്കുന്ന ആ കൺസെപ്റ്റിനനുസരിച്ച് ചില വസ്തുക്കൾ കൊണ്ട് കാണിക്കാം, അപ്പോൾ അത് അവിടുത്തെ സപ്പോർട്ട് സിസ്റ്റമാണ്. ടീച്ചർക്ക് ചില പ്രവർത്തികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം, അപ്പോൾ ആ ആക്ടിവിറ്റീസ് സപ്പോർട്ട് സിസ്റ്റമാണ്. ഇൻക്വയറി ട്രെയിനിങ് മോഡലിലാണെങ്കിൽ ടീച്ചർ കാണിക്കുന്ന ആ എക്സ്പെരിമെൻറ്റ് ടീച്ചറിൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ്. ഇനി ടീച്ചർ ആ കുട്ടിക്ക് റെഫർ ചെയ്യാൻ കുറച്ച് ബുക്കുകളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് സിസ്റ്റമാണ്. അതേപോലെ ടീച്ചർ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്, കുട്ടി ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയും. കണ്ടീഷൻസ് ദാറ്റ് ഫെസിലിറ്റീസ് വിച്ച് ഹെൽപ്സ് ഇൻ ദ റിയലൈസേഷൻ ഓഫ് ദാറ്റ് ഗോൾ, അതിനെയാണ് നമ്മൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട നമ്മളുടെ അവസാനത്തേതുമായ കാര്യമാണ് ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൽ ഇഫക്റ്റ്. ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മോഡൽ ആ ഒരു മോഡൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുട്ടിയിൽ ഡയറക്റ്റായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഡയറക്റ്റായിട്ടുണ്ടാകുന്ന ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്. നമ്മൾ പർപ്പസ്ഫുള്ളായിട്ട് പറയുന്നുണ്ട്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് കുട്ടിയിൽ കൺസെപ്റ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് മൂലം കുട്ടിയിൽ ഡയറക്റ്റായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് നമ്മൾ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടീച്ചിങ് മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുട്ടിയിൽ ഇൻഡയറക്റ്റായും ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഇൻഡയറക്റ്റായി കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ നർച്ചറൻറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതൊരു ബൈ പ്രൊഡക്റ്റാണ്. നർച്ചറൻറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ബൈ പ്രൊഡക്റ്റായിട്ടാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് വീണ്ടും നമ്മളുടെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിലേക്ക് വരികയാണ്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിലെ ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ്, അതായത് ഡയറക്റ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് കൺസെപ്റ്റിനെ പറ്റി ഒരു നോഷൻ കിട്ടുക എന്നുള്ളത് നമ്മളുടെ വ്യക്തമായത് പഠിപ്പിക്കുന്ന കൺസെപ്റ്റിനെ കുറിച്ചുള്ള നോഷനല്ല, കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കുട്ടിക്കൊരു ആശയം കിട്ടും.
അതേപോലെ തന്നെ കുട്ടിയിൽ ഇൻഡക്റ്റീവ് റീസണിങ്, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് ജനറലൈസേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അതേപോലെ കൺസെപ്റ്റ് ബിൽഡിംഗ് സ്കിൽ, മൂന്നാമത്തെ ഫേസിൽ അവൻ ചിന്തിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ കൺസെപ്റ്റ് ബിൽഡിംഗ് സ്കിൽ അവൻ അക്വയർ ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഡയറക്റ്റ് ഇഫക്റ്റുകളാണ്. ഇൻഡയറക്റ്റ് ഇഫക്റ്റ് എന്താണ്? അവൻ ആദ്യം ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. അവൻ ആ കൺസെപ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും. പോസിറ്റീവ് ഉദാഹരണം, നെഗറ്റീവ് ഉദാഹരണം തരംതിരിച്ചത് എന്തിൻ്റെ പുറത്താണ് എന്ന് ചോദിക്കുമ്പോൾ കുട്ടി ആദ്യം പെട്ടെന്ന് കണ്ടെത്തണം എന്നില്ല, ബലം പ്രയോഗിച്ച ദിശയിലാണ് മാറ്റം ഉണ്ടായതെന്നൊന്നും കണ്ടെത്തണമെന്നില്ല. അപ്പോൾ അവന് സംഭവിക്കാവുന്ന എററുകളോട് എങ്ങനെ ടോളറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു കാര്യം തെറ്റാന്ന് കണ്ടു, അപ്പോൾ ഇനി മറ്റൊരു വശം എന്താണ്, ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നൊരു ചിന്തിക്കാനുള്ള കഴിവ്. ഇതെല്ലാം കുട്ടിയിലുണ്ടാകുന്ന ഇൻഡയറക്റ്റ് ഇഫക്റ്റുകളാണ്. അതിനെയാണ് നമ്മൾ നർച്ചറൻറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഫാമിലീസിനെ പറ്റി പറഞ്ഞു. അതായത് നമ്മളുടെ മോഡലിൻ്റെ പ്രധാന ഉദ്ദേശം എന്തോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫാമിലീസായിട്ട് തിരിച്ചിരിക്കുന്നത്. കോഗ്നിറ്റീവായിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മോഡൽസിനെയെല്ലാം കൂടെ നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ പെടുത്തി. ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലുള്ള ഇൻ്ററാക്ഷനെ പറ്റി പറയുന്നതിനെ നമ്മൾ സോഷ്യൽ ഫാമിലിയിൽ പെടുത്തി. വ്യക്തിപരമായ വികാസത്തിന് വേണ്ടിയിട്ടുള്ളത് പേഴ്സണൽ ഫാമിലിയിൽ പെടുത്തി. വിദ്യാർത്ഥിയിൽ ഓവേർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ ബിഹേവിയറൽ ഫാമിലിയിൽ പെടുത്തി. അങ്ങനെ 4 ഫാമിലിയായിട്ട് നമ്മൾ തിരിച്ചു എന്നുള്ളത് പറഞ്ഞു. ഏത് മോഡലിനും പ്രധാനമായും ഫോക്കസ് ഉണ്ടാവണം, സിൻടാക്സ് ഉണ്ടാവണം. ഫോക്കസും സിൻടാക്സും കഴിഞ്ഞാൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെയാണ് അവിടുത്തെ റിയാക്ഷൻസ് ഉള്ളതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ ഉണ്ട്. സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. സോഷ്യൽ സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ അവിടുത്തെ ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൻറ്റ് ഇഫക്റ്റുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്? ഇറ്റ്സ് ഹെൽപ്ഫുൾ ഇൻ ഡെവലപ്പിംഗ് പവർ ഓഫ് ഇമാജിനേഷൻ. അതേപോലെ തന്നെ റീസണിങ് പവർ വളർത്താനായിട്ട് സഹായിക്കും. അതേപോലെ നമുക്ക് പറയാം നമ്മളുടെ വ്യക്തിത്വ വികാസത്തിന് പേഴ്സണൽ മോഡൽ ഉപയോഗിക്കുമ്പോൾ വ്യക്തിത്വ വികാസത്തിന് അത് സഹായിക്കും. അതേപോലെ കാര്യങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ വെറുതെ മൊണോട്ടണസ് ആയിട്ട് ക്ലാസ്സിലിരിക്കാതെ ഒരു ചേഞ്ച്, അവനെ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യിക്കാനായിട്ട് നമുക്ക് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ പോലെയുള്ളത്, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ പോലെയുള്ളതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടിയിലെ ഒബ്സർവേഷൻ പവർ, അവർ നല്ല ഒബ്സർവിങ് കപ്പാസിറ്റി ഉള്ള കുട്ടികളായിട്ട് മാറും. എല്ലാ മോഡലിൻ്റെയും അവസാനത്തെ ഫേസ് എന്ന് പറയുന്നത് അവർ കടന്നുപോയ ആ ലേണിംഗ് സിറ്റുവേഷൻ, അവർ കടന്നുപോയ ആ ഒരു തിങ്കിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് എല്ലാ മോഡലിൻ്റെയും ലാസ്റ്റ് ഫേസ്. അത് നോക്കുമ്പോൾ കുട്ടിയിൽ മെറ്റാ കോഗ്നിഷൻ വളർത്താൻ വേണ്ടിയിട്ട് മോഡൽസ് ഓഫ് ടീച്ചിങ് സഹായിക്കും. അതുപോലെ ഹൗ ടു ലേൺ, ലേണിംഗ് ഈസ് ലേൺ ഹൗ ടു ലേൺ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മോഡൽസ് ഓഫ് ടീച്ചിങ് കൊണ്ട് പഠിക്കും. ഇവിടുത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ് ഏതെങ്കിലും ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. ടീച്ചറുടെ പുറത്ത് ഹൈ ഡിമാൻഡ്സ് ആണ് കൊടുക്കുന്നത്. ഇൻക്വയറി ട്രെയിനിങ് മോഡലൊക്കെ കുട്ടിയുടെ പുറത്തും ഹൈ ഡിമാൻഡാണ് കൊടുക്കുന്നത്. കാരണം കുട്ടി യെസ് ഓർ നോ എന്നുള്ള ചോദ്യം മാത്രമേ ചോദിക്കാവൂ. കുട്ടിയാണ് ടീച്ചർ ഫെസിലിറ്റേറ്ററായിട്ട് അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. കുട്ടിയാണ് എല്ലാ മോഡലിലും, ഇപ്പോൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റിലായാലും ഇൻക്വയറിയിലായാലും ഇൻഡക്റ്റീവ് തിങ്കിങ്ങിലായാലും എല്ലാം കുട്ടിയാണ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയിൽ ഹൈ ഡിമാൻഡാണ് കൊടുക്കുന്നത്. അതേപോലെ ടീച്ചർ ഫെസിലിറ്റേറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള എൻവയൺമെൻറ്റ് ടീച്ചർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടീച്ചറിലും അത് ഹൈ ഡിമാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ. കൺസെപ്റ്റൊക്കെ പെട്ടെന്ന് അറ്റൈൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഫാസ്റ്റായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്ലോ ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു വളരെ കുറച്ച് ലിമിറ്റേഷൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ലിമിറ്റേഷനെ നമുക്ക് ഒഴിവാക്കാൻ വേണമെങ്കിൽ, കാരണം ടീച്ചർ ഷുഡ് ടേക്ക് റിസ്ക് അല്ലേ, ടീച്ചർ ഷുഡ് കോപ്പ് അപ്പ് വിത്ത് ദ ഡിമാൻഡ്സ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കിയാൽ പോലും
ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെങ്കിലും മോഡൽസ് ഓഫ് ടീച്ചിങ് നമ്മൾ ക്ലാസ്സിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് കുട്ടിയിൽ ബിഹേവിയർ, പെർട്ടിക്കുലർ സ്പെസിഫിക് ബിഹേവിയർ മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും വീണ്ടും ഓർക്കേണ്ടുന്ന ഒരു കാര്യം, മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആശയം അല്ലെങ്കിൽ ഒരു പ്രത്യേക കണ്ടൻറ്റ്, ആ കണ്ടൻ്റ് അല്ല, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കണ്ടൻറ്റേ അല്ല ഇവിടെ പ്രധാനം. നമ്മൾ ഏത് കോമ്പിറ്റൻസി ആണോ കുട്ടിയിൽ എൻഹാൻസ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവനിൽ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കോമ്പിറ്റൻസിക്കായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്നത്. കൺസെപ്റ്റ് അറ്റൈൻ ചെയ്യുക, അതേപോലെ തന്നെ കുട്ടിയിൽ ഇൻക്വയറി സ്കില്ല് കൊണ്ടുവരിക, കുട്ടിയുടെ ഇൻഡക്റ്റീവ് റീസണിങ് കൊണ്ടുവരിക, കുട്ടിയിൽ മീനിങ് വെർബൽ ലേണിംഗ് കൊണ്ടുവരിക, കുട്ടിയിൽ സോഷ്യൽ ലേണിംഗ് കൊണ്ടുവരിക. ഇങ്ങനെ ഓരോ മോഡലിനും ഓരോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്നത്, അല്ലാതെ നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന കണ്ടൻറ്റിനായിരിക്കരുത്. അപ്പോൾ കുട്ടിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കാൻ, കുട്ടിയിൽ പ്രത്യേക കോമ്പീറ്റൻസികൾ ഡെവലപ്പ് ചെയ്യാൻ, പ്രത്യേക സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസിനെയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. താങ്ക് യു.